അടിസ്ഥാനരഹിതമാണ്. മുഖ്യമന്ത്രി ഇപ്പൊ 8 വർഷമായില്ലേ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത്. അതൊന്നും അന്നേരമൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയാണ് ഇപ്പം പുതുതായിട്ട് വരിക? അതൊരു ADGPയുടെ പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടതാണ്. അത് ശരിയല്ല. അദ്ദേഹം ഏതോ തെറ്റിന്റെ കൂടെ നിൽക്കുകയാണ്. തേജസ് കെട്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ തേജസ് അങ്ങനെ കൃത്രിമമായിട്ട് നിർമ്മിച്ചതല്ല. എത്രയോ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ നിലയിലും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അംഗീകാരം നേടി ഉള്ള ശോഭയാണത്. ആ ശോഭ ഇതുപോലുള്ളൊരു വർത്തമാനം കൊണ്ട് ഒരു ആക്രമണം കൊണ്ട് കെട്ടുപോകുന്നതല്ല. മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിനും മുഖ്യമന്ത്രിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത്. ആ ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് അൻവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ ഈ നിലപാട് തിരുത്താനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം അത്തരമൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. അതാലോചിച്ചതിന് ശേഷം അതൊരു വ്യക്തിപരമായി പറയേണ്ടത് കാര്യമല്ല. ആ കാര്യങ്ങൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യവും എല്ലാം ചർച്ച ചെയ്യും. അദ്ദേഹം CPM-ന്റെ ഭാഗമാണ്. CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ്. അതാണുള്ളത്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രമായിട്ടാണ് ജയിച്ചത്. CPM-ന്റെ അംഗമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അതിനുള്ള അംഗീകാരവും അതിനനുസരിച്ചുള്ള നിലപാടുമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അന്വേഷണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഒരു കാര്യവും അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ലഭിച്ച റിപ്പോർട്ട് പരിശോധനയിലാണ്. ആ പരിശോധന നടത്തിയതിനു ശേഷമേ എന്താണ് നടപടി, എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അതിപ്പോഴേ പറയുന്നതല്ല. അന്വേഷണത്തെ കുറിച്ച് അറിയാല്ല. അന്വേഷണം അങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ. അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അത് മാത്രമല്ല ഗവൺമെന്റിന്റെ നിലപാടാണ് പറയേണ്ടത്. അൻവറിന്റെ നിലപാടിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സഹായകരമായ നിലപാടല്ല. അൻവറിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പോലീസ് അദ്ദേഹത്തെ അതെനിക്ക് പറയാം. അതുകൊണ്ടാണ് അതായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉന്നയിക്കാലോ. അത് ഒരു സ്വയം ചില നിലപാടിൽ നിന്നൊക്കെ തോന്നായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ഗവൺമെന്റുമായി അദ്ദേഹത്തിന് ഉന്നയിക്കാം. ഈ താക്കീതൊക്കെ നൽകുമ്പോഴും സർക്കാരിനെയും LF-നെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഒരു പ്രതിസന്ധിയില്ല. ഇതിനേക്കാളും വലിയ പ്രതിസന്ധി അതിജീവിച്ചിട്ടാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അതിജീവിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു നിലപാടും ഞങ്ങൾക്കില്ല. അത് ആലോചിച്ചിട്ടുണ്ട്. അൻവറിന്റെ പേര് CPM-ൽ ഒരു അംഗമാണെങ്കിൽ ഉടനെ സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാം.